റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ അന്തിമവാദം നാളെ തുടങ്ങും. വാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയാക്കിയേക്കും. അന്തിമവാദം പൂർത്തിയാക്കിയാൽ കേസ് വിധി പറയാൻ മാറ്റും. 2018 മാർച്ച് 8-നാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. ശ്യാം ദേവരാജ് നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, നടി ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങുകയാണ്. പ്രോസിക്യൂഷൻ എത്ര സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? എത്ര നാൾ കൊണ്ട് അന്തിമവാദം അവസാനിക്കും? അതിനുശേഷമായിരിക്കുമല്ലോ വിധി പറയാൻ മാറ്റുക. അപ്പോൾ ഈ കേസ് അതിന്റെ അവസാന ലാപ്പിലേക്ക് അടുക്കുകയാണല്ലേ ശ്യാം? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് തന്നെയാണ്, ഈ കേസ് അതിൻ്റെ അവസാന ലാപ്പിലേക്കാണ്, അവസാന പാദത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. നാളെ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ അന്തിമവാദം ആരംഭിക്കും. കേസിലെ ഈ വിചാരണ നടപടിക്രമങ്ങളുടെ അവസാന ഭാഗമാണ് വാദം എന്നത്. നാളെ മുതലാണ് അതിൻ്റെ വാദത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യം പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ്. ഈ പ്രോസിക്യൂഷന്റെ വാദം 2 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കാനാകും എന്നാണ് പ്രോസിക്യൂഷൻ കരുതുന്നത്. അതിനുശേഷമായിരിക്കും പ്രതിഭാഗത്തിന്റെ വാദം. ഈ പ്രതിഭാഗത്തിന്റെ വാദത്തിൽ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ ഗൂഢാലോചന കേസിൽ പ്രതിയായ 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ളവരുടെ അഭിഭാഷകർ എതിർവാദം ഉന്നയിക്കും. പ്രതിഭാഗം വാദം ഉന്നയിക്കും. അത് 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ചയോ എടുക്കാം എന്നാണ് കരുതുകയും ചെയ്യുന്നത്. ഏതാണ്ട് 1 മാസത്തിലധികം നീളുന്നതായിരിക്കും ഈ അന്തിമവാദം നടപടികൾ. ഇതിനിടയിൽ ക്രിസ്മസിന്റെ അവധികൾ ഉൾപ്പെടെ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനുവരി പകുതിക്ക് അപ്പുറത്തേക്ക് ഈ അന്തിമവാദം അത്രയും നീളാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അന്തിമവാദം പൂർത്തിയായാൽ സ്വാഭാവികമായും ഈ കേസ് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്യും. അങ്ങനെ വിധി പറയാൻ മാറ്റുമ്പോഴാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാകുന്നത്, വിധി പ്രസ്താവത്തിലേക്ക് കടക്കുന്നത്. വിധി പ്രസ്താവത്തിനായി അത് ജഡ്ജ്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി എത്ര സമയമെടുക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് ആ ജഡ്ജി എന്ന നിലയിൽ പൂർത്തീകരിക്കേണ്ട ചുമതലയാണ്. വിധിന്യായം എന്നത് നിരവധിയായ പേജുകൾ ഉണ്ടാകും, 100 കണക്കിന് പേജുകൾ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. കാരണം അത്ര വിശദമായ വാദമാണ് കഴിഞ്ഞ 6 വർഷവും 9 മാസവും കൊണ്ട് നടന്നത് എന്നതാണ്. 2017 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. അങ്ങനെ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. നമുക്കറിയാം നടൻ ദിലീപിനെ പിന്നീട് മറ്റൊരു ഘട്ടത്തിലാണ് പോലീസ് ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 86 ദിവസം ദിലീപ് ജയിലിലായിരുന്നു. ദിലീപ് ജയിലിലായതിനു ശേഷം ഹൈക്കോടതിയാണ് 5-ാമത്തെ ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിക്കുന്നത്. അതിനുശേഷം ഇന്നുവരെയും ദിലീപ് ജാമ്യത്തിലാണ്. 1-ാം പ്രതി പൾസർ സുനിക്ക് 2 മാസം മുമ്പാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത്. വിചാരണ തടവുകാരനായി ഇനിയും കൂടുതൽ കഴിയേണ്ടതില്ല എന്നായിരുന്നു സുപ്രീം കോടതി അന്ന് നിരീക്ഷിക്കുകയും സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകാൻ വേണ്ടി നൽകുകയും ചെയ്തത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നൽകിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആണ് ഇതിൻ്റെ വിചാരണ നടപടികൾ, അതായത് ഇത്രയും നീളത്തിലുള്ള ഒരു വിചാരണ നടപടികൾ ഈ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ ചരിത്രത്തിൽ, കുറ്റകൃത്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ വിചാരണ നടപടികൾ നീണ്ടുപോകാറുണ്ട്. പക്ഷേ ആഴ്ചയിലും മാസങ്ങളിലും ഏതാണ്ട് എല്ലാ ദിവസവും ഈ കേസ് പരിഗണിച്ചതിന് ശേഷമാണ് അതിന്റെ അന്തിമഘട്ടവാദത്തിലേക്ക് കടക്കുന്നത്. ആ അന്തിമഘട്ടവാദം രാജ്യത്ത് ആദ്യമായിട്ടുള്ളൊരു ബലാത്സംഗ കൊട്ടേഷൻ കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന് തങ്ങളുടെ വാദത്തിലേക്ക് നയിച്ചേക്കാവുന്ന എല്ലാ തെളിവുകളും കണ്ടെത്തി ആത്മവിശ്വാസമുണ്ടോ? അങ്ങനെ ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സാക്ഷിമൊഴികളിലടക്കം പഴയ കാര്യങ്ങളിലേക്കടക്കം അവർ ആഴത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അത്ര വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കുറ്റപത്രം നൽകിയത്, ഈ കേസിൽ കുറ്റപത്രം നൽകിയത്. അങ്ങനെ കുറ്റപത്രം നൽകുമ്പോൾ ദിലീപ് ഈ കേസിൽ 8-ാം പ്രതിയാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു 8-ാം പ്രതിയായ ദിലീപ്. അങ്ങനെയുള്ള ദിലീപാണ് ഈ കേസിൽ 8-ാം പ്രതിയായിട്ട് വരുന്നത്. അങ്ങനെ 8-ാം പ്രതിയായി വരുമ്പോൾ ദിലീപിനെതിരെ അടക്കം ആഴത്തിലുള്ള അന്വേഷണം, നമ്മൾ എത്ര ആഴത്തിൽ എന്ന് വിവരിച്ചാലും അത് അക്കാര്യത്തിൽ അപൂർണമായി പോകും. കാരണം 4-5 ലെയറുകൾക്ക് അപ്പുറത്തേക്കുള്ള ചരിത്രം വരെ ചികഞ്ഞെടുത്ത് ആഴത്തിലുള്ള അന്വേഷണമാണ് ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ നടത്തിയത്. അങ്ങനെ ആ അന്വേഷണം പൂർത്തിയായതിനു ശേഷമാണ്
അതിന്റെ കുറ്റപത്രം നൽകിയത്. ഇത് വിചാരണയ്ക്കായി ഇത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് എത്തുന്നത് ഏതാണ്ട് 6 മാസങ്ങൾക്കപ്പുറം, ഏതാണ്ട് 9 മാസങ്ങൾക്കപ്പുറം മാർച്ച് മാസം 8-ാം തീയതിയാണ്, 2018 മാർച്ച് മാസം 8-ാം തീയതിയാണ് ഇത് ആദ്യമായി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി വരുന്നത്. അങ്ങനെ വിചാരണ നടപടികളെല്ലാം ഏതാണ്ട് പൂർത്തിയാകുന്നു, അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു, അന്തിമവാദം ആരംഭിക്കുന്നു. അങ്ങനെ അന്തിമവാദം ആരംഭിച്ചാൽ പ്രോസിക്യൂഷന്റെയും അതിനുശേഷം പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കും. അതിനുശേഷം കൂടുതലായി പ്രോസിക്യൂഷൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടി പൂർത്തിയാകും. അത് അടുത്ത 4 ആഴ്ചയോ അല്ലെങ്കിൽ 5 ആഴ്ചയോ കൊണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ സ്വാഭാവികമായി വിധി പ്രസ്താവത്തിലേക്ക് എത്തും. കേരളം തന്നെ, ഒരുപക്ഷെ രാജ്യം തന്നെ കാത്തിരിക്കുന്ന വിധി പ്രസ്താവത്തിലേക്കാണ് അത് എത്തുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അതിന്റെ അവസാന അറിയാവുന്നതുപോലെ വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഗൂഢാലോചന ഇത്തരം കേസുകളിൽ തെളിയിക്കുക എന്നുള്ളത്. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണം ആ അർത്ഥത്തിൽ ആഴത്തിലുള്ള അന്വേഷണമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പല തെളിവുകളും, സുപ്രധാനമായ തെളിവുകൾ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചു. ഒടുവിൽ റിപ്പോർട്ടർ TV ഒരു മാധ്യമം എന്ന നിലയിൽ തന്നെ പല തെളിവുകളും പുറത്തു വന്നു. ഇതിനിടയിലാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന മെമ്മറി കാർഡ് അനധികൃതമായി തുറന്ന് പരിശോധിക്കുന്ന കേസുണ്ടാവുന്നത്. അപ്പം ഇത്തരം വിഷയങ്ങളെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നു. ദേശീയ ശ്രദ്ധ പോലും ആകർഷിച്ച ഒരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഈ വാദങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ ഒരു വാദം പോലും ദുർബലമാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് രാമൻപിള്ളയെ പോലെ ഒരു അഭിഭാഷകനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വാദവും പ്രതിവാദവും എല്ലാം ആ അർത്ഥത്തിൽ നിയമവിദ്യാർത്ഥികൾക്ക് പോലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 251-ാം സാക്ഷിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജുവും പൗലോസിനെ മാത്രം ഏതാണ്ട് 110 ദിവസത്തിലധികമാണ് വിസ്തരിച്ചത്. ആ വിസ്തരിക്കുന്നത് പ്രതിഭാഗം 8-ാം പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ്. ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. അതായത് അത്രത്തോളം ആഴത്തിലാണ് പ്രതിഭാഗം ഉൾപ്പെടെ ഈ കേസിനെ സമീപിച്ചതും പഠിച്ചതും വാദങ്ങൾ അവതരിപ്പിച്ചതും, അല്ലെങ്കിൽ കേസിനെ എങ്ങനെ ഈ പ്രോസിക്യൂഷൻ കേസിനെ പൊളിക്കാം എന്ന രീതിയിലെല്ലാം അവർ ഈ കേസിനെ കൈകാര്യം ചെയ്തത്. അതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം ആ അന്വേഷണം നടത്തി പൂർത്തിയാക്കിയാണ് ഏതാണ്ട് 1 വർഷത്തോളം സമയമെടുത്ത് അതിന്റെ കുറ്റപത്രം നൽകി അതിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് പോകുന്നത് 6 വർഷവും ഏതാണ്ട് 9 മാസവും സമയമെടുത്തിട്ടാണ് അത് അതിന്റെ അവസാന ഘട്ട വിചാരണ. പ്രധാനപ്പെട്ട കാര്യമാണ് ശ്യാം, 6 വർഷം 9 മാസം എടുത്ത ദീർഘനാൾ നീണ്ടുനിന്ന കേസുകൾ. ഒരൊറ്റ കാര്യം കൂടി ശ്യാം, ഈ വിചാരണ നടപടികളെല്ലാം ഇൻ ക്യാമറയിലായിരുന്നു, വാദങ്ങളും അവതരിപ്പിക്കുന്നത് ഓപ്പൺ കോർട്ടിലായിരിക്കില്ലേ? അങ്ങനെ തന്നെയാണ്. ഈ വാദങ്ങൾ അവതരിപ്പിക്കുക തുറന്ന കോടതിയിലാണ് എന്ന് നമ്മൾ കരുതാൻ വയ്യ. കാരണം ഇതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു. അപൂർവം ചില അവസരങ്ങളിൽ മാത്രമാണ് തുറന്ന കോടതിയിൽ വാദം കേട്ടത്. കാരണം അതീവ രഹസ്യ സ്വഭാവമുള്ള, പ്രത്യേകിച്ചും ഇത് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഈ കുറ്റകൃത്യം തന്നെ ബലാത്സംഗ കുറ്റമാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയത്. അങ്ങനെയുള്ള ഒരു കേസിലാണ് ഇതിൽ അടച്ചിട്ട്, സ്വാഭാവികമാണ് അത് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് അഥവാ അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേൾക്കേണ്ടത്. അങ്ങനെ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേട്ടതിന് ശേഷമാണ്, ഇനി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അടുത്ത അന്തിമഘട്ട വാദത്തിലേക്ക് പോകുന്നത്. അതും ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് അഥവാ അടച്ചിട്ട കോടതി മുറിയിൽ തന്നെ ആയിരിക്കും. ആ വാദം അടുത്ത 1 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 5 ആഴ്ചക്കുള്ളിലോ 6 ആഴ്ചക്കുള്ളിലോ പൂർത്തിയായാൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വാദങ്ങൾ എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അത് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്യും. നമുക്കത് ഫെബ്രുവരി മാസത്തിലോ അല്ലെങ്കിൽ മാർച്ച് മാസം ആദ്യമോ അതിന്റെ 7ാം വർഷം നമുക്ക് വിധി കേൾക്കാം. ശ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക്